കോക്രോച്ച് ജനതാ പാർട്ടി. ഇതിനകം തന്നെ നിങ്ങളുടെ കാതും മനസ്സും ഈ പുതിയ പാർട്ടി ഉത്ഭവത്തെക്കുറിച്ച് കേട്ട് കാണും. ഒരു തവണയെങ്കിലും ഇതിനകം തന്നെ ആ പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ ഫോണുകളിൽ സെർച്ച് ചെയ്തിട്ടുമുണ്ടാകും. എന്നിട്ടും അറിഞ്ഞിട്ടില്ലാത്തവർക്കായി പറയാം. 2026 മെയ് 15 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു കോടതി നടപടിക്കിടെ സമൂഹത്തിലെ യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ചതായിട്ട് വാർത്തകൾ വന്നു. ഈ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായ അഭിജിത്ത് ദീപ് കെ മെയ് 16 കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയത്തിന് തുടക്കമിട്ടു. അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം. 5 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല, BJP പോലും ഫോളോവേഴ്സിൽ പിന്നിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഒരു കൂട്ടം യുവാക്കളുടെയും തൊഴിൽ രഹിതരുടെയും കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും സംഘടനയായ ഈ പാർട്ടിയെ എന്തിന് കേന്ദ്ര സർക്കാർ ഭയക്കണമെന്നതാണ് ചോദ്യം. പാർട്ടി രൂപീകരിച്ച 5-ാം നാൾ ഈ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിക്കാനും കേന്ദ്രം തീരുമാനമെടുത്തു പോലും. പാർട്ടിയെ പോലും പേടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണോ നമ്മുടേത് എന്ന ചോദ്യം ഈ രാജ്യത്തിപ്പോൾ നിലനിൽക്കുകയാണ്. ഇന്ത്യയിലെ ഭരണത്തിനെതിരെ ശബ്ദമുയർത്തിയാൽ അതിനെയെല്ലാം ദേശവിരുദ്ധമെന്ന് പറഞ്ഞ് മുദ്ര കുത്തും. അതുതന്നെയാണ് CJPയുടെ കാര്യത്തിലും ഉണ്ടായത്. ജനാധിപത്യ രാജ്യത്ത് തങ്ങൾക്കിഷ്ടമുള്ള പാർട്ടിയിൽ ചേരുവാനും രൂപീകരിക്കാനും അവകാശമുള്ളപ്പോൾ കേന്ദ്രം ഈ ചെയ്യുന്നത് പൗരന്മാരുടെ അവകാശ ലംഘനമല്ലേ? നേപ്പാളിൽ ഉണ്ടായതുപോലെ ഭരണകൂടത്തിനെതിരെ ഒരു ജൻസി കലാപം ഇവിടെ ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. ഇത് ആദ്യമായിട്ടാണ് മോദി തനിക്കെതിരെ വരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നത് എന്ന് ചോദിച്ചാൽ, മുൻപ് മോദി ദ ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി ഇറക്കിയതിന് BBC-യെ ഈ രാജ്യത്ത് നിന്നും കെട്ടുകെട്ടിച്ച ആളാണ്. അൽ ജസീറ ഉൾപ്പെടെ മോദിക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തിനെ ചോദ്യം ചെയ്യുന്ന ഏതൊരു വിരലിനെയും അവർ അടിച്ചമർത്താറുണ്ട്. അതിലെല്ലാം ദേശവിരുദ്ധത ആരോപിച്ച് പൂട്ടിക്കെട്ടാറുമുണ്ട്. നിലവിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും താല്പര്യമില്ലാതെ നിഷ്പക്ഷമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നുണ്ടാക്കിയ പാർട്ടി തങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യുമോ എന്ന ഭയമാണ് ഈ പൂട്ടാനുള്ള പ്രധാന കാരണം. 1,65,000 ഫോളോവേഴ്സ് ഉള്ള പേജായിരുന്നു എക്സ് അക്കൗണ്ടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിലക്കിയത്. പുതിയ കാഴ്ചപ്പാടിനെ വിലക്കിക്കൊണ്ട് പഴയ രാമായണവും മഹാഭാരതവും അടിച്ചേൽപ്പിക്കാനാണ് എപ്പോഴും BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിലക്കിന് പിന്നാലെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ എക്സ് അക്കൗണ്ടും തുടങ്ങിയിരുന്നു. നിലവിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജ് 18.9 മില്യൺ ഫോളോവേഴ്സ് കടന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസിനെയും BJPയുടെയും ഫോളോവേഴ്സിനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി മറികടന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ചതിൽ പ്രതിഷേധിച്ച് ഉയർന്നു വന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നണിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. കഴിഞ്ഞ ആഴ്ച കോടതി നടപടികൾക്കിടയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ചത്. ഒരു പണിയുമില്ലാത്ത ചില യുവാക്കളുണ്ട്. അവരിൽ ചിലർ മാധ്യമപ്രവർത്തകരും ചിലർ സോഷ്യൽ മീഡിയ RTI ആക്ടിവിസ്റ്റുകളുമായിട്ട് സമൂഹത്തെ ആക്രമിക്കുന്നു. അവർ കോക്രോച്ചുകളും പരോനഭൂജികളുമാണെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയുണ്ടാക്കി. തുടർന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുന്നത്. യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ എന്നതാണ് പാർട്ടിയുടെ മുദ്രാവാക്യം. സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേസി എന്നതാണ് പാർട്ടി സ്വയം വിശേഷിപ്പിക്കുന്നത്. സിസ്റ്റം ശ്രദ്ധിക്കാൻ മറന്നുപോയവരുടെ, മടിയന്മാരുടെയും തൊഴിൽ രഹിതരുടെയും ശബ്ദം എന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ CJP വിശേഷിപ്പിക്കുന്നത്. CJPക്ക് സ്വന്തമായിട്ട് മാനിഫെസ്റ്റോയുമുണ്ട്. ക്യാബിനറ്റ് പദവികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം വേണം. രാഷ്ട്രീയ പാർട്ടി മാറുന്ന MLA-മാർക്കും MP-മാർക്കും 20 വർഷത്തെ തിരഞ്ഞെടുപ്പ് വിലക്ക് ഏർപ്പെടുത്തണം. ചീഫ് ജസ്റ്റിസുമാർക്ക് വിരമിക്കലിന് ശേഷമുള്ള രാജ്യസഭാ പദവികൾ നിരോധിക്കണം. ഗോദി മീഡിയ ആങ്കർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് അന്വേഷിക്കണം. തിരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട വോട്ടുകൾ റദ്ദാക്കപ്പെട്ടാൽ ശക്തമായ നടപടി തുടങ്ങിയവയാണ് CJPയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. ഈ മാനിഫെസ്റ്റോ നിലവിൽ BJPയുടെ കഴുത്തിന് പിടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവരിതിനെ കെട്ടുകെട്ടിക്കാൻ നോക്കുന്നത്.